ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പസ്തോല പ്രവൃത്തി 18-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചട്ടെ. തൊഴിൽ ഒന്നായതുകൊണ്ട് അവൻ അവരോടുകൂടെ പാർത്ത് വേല ചെയ്തു പോന്നു. അവരുടെ തൊഴിൽ കൂടാരപ്പണിയായിരുന്നു. അദ്ദേഹവും അവരെപ്പോലെ ഒരു കൂടാരപ്പണിക്കാരനായിരുന്നതുകൊണ്ട് അവരോടുകൂടെ പാർത്ത് ജോലി ചെയ്തു. സത്യവേദ പുസ്തകം എഴുതിയേക്കുന്ന തൊഴിൽ ഒന്നാക കൊണ്ട് അവൻ അവരോടുകൂടെ പാർത്ത് വേല ചെയ്തു പോന്നു. തൊഴിലോ കൂടാരപ്പണി ആയിരുന്നു. ഇന്ന് ഈ ആത്മീക ശുശ്രൂഷയിൽ നല്ലൊരു വിഭാഗവും ഇതിനെ തൊഴിലായി കാണുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഒരുത്തൻ പലചരക്കട നടത്തുന്നു, ഒരുത്തൻ പച്ചക്കറി കട നടത്തുന്നു, ഒരുത്തൻ ഹോട്ടൽ നടത്തുന്നു. അങ്ങനെ വിവിധങ്ങളായ ഭൗതിക പ്രസ്ഥാനങ്ങൾ നടത്തുന്നത് പോലെ ഒരുത്തൻ സഭ നടത്തുന്നു, ചിലർ സഭകൾ നടത്തുന്നു, ചിലർ അതിൻ്റെ സംഘടനകൾ നടത്തുന്നു. എന്താണ് തൊഴിൽ? തൊഴിൽ എന്തിനാണ് എന്ന് അപ്പസ്തോല പ്രവൃത്തി 19:25 വായിച്ചേ. അവൻ അവരെയും അതേ തൊഴിലിൽ ഉൾപ്പെട്ട മറ്റു വേലക്കാരെയും കൂട്ടിവരുത്തി, പുരുഷന്മാരെ, നമ്മുടെ സമ്പാദ്യം ഈ തൊഴിൽ കൊണ്ട് ആകുന്നുവെന്ന് നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ. അവിടെ പറഞ്ഞ ആ വിഷയം വേറൊരു വിഷയമാണ്. പക്ഷേ എങ്കിലും അവർ പറഞ്ഞു നമ്മുടെ സമ്പാദ്യം ഈ തൊഴിൽ കൊണ്ട് ആണ്. ഇന്ന് മിക്ക ശുശ്രൂഷകരുടെയും സമ്പാദ്യം എന്ന് പറയുന്നത് ഈ തൊഴിലാണ്, ഈ ശുശ്രൂഷയാണ് അവരുടെ സമ്പാദ്യം. സഭാജനങ്ങളെ ആടെന്നും കെട്ടിടത്തിനെ തൊഴുത്തെന്നും ഒക്കെ വിളിക്കുന്നു. സഭാജനങ്ങളെ ആടെന്നും ആ കൂടുന്ന കെട്ടിടത്തിനെ തൊഴുത്തെന്നും ഒക്കെ വിളിക്കുന്നു. ആ മൊത്തത്തിലുള്ള സെറ്റപ്പിനെ സഭ എന്ന് വിളിക്കുന്നു. ഇനി സദൃശ്യവാക്യം 27-23 വായിച്ചേ. നിന്റെ ആടുകളുടെ അവസ്ഥ അറിയുവാൻ ജാഗ്രതയോടെ ഇരിക്കുക, നിന്റെ കന്നുകാലികളിൽ നന്നായി ദൃഷ്ടി വയ്ക്കുക. ഒരിക്കലൊരു ദേവദാസൻ, ഒരു ഭയങ്കര പ്രായമുള്ള ഒരു ദേവദാസൻ എന്നോട് പറഞ്ഞു, നിന്റെ ആട്ടിൻപറ്റത്തിൻ്റെ അവസ്ഥ നന്നായി അറിഞ്ഞിരിക്കുക, നിന്റെ കന്നുകാലികളെ നന്നായി ശ്രദ്ധിക്കുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സഭയ്ക്കകത്ത് ആടുകൊണ്ട് കന്നുകാലിയുണ്ട്. ഞാൻ വളരെ താല്പര്യപൂർവ്വം ഇരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നു, സഭയ്ക്കകത്ത് കുട്ടിയാടുണ്ട്, തള്ളയാടുണ്ട്, ചനയുള്ള ആടുണ്ട്, മുട്ടനാടുണ്ട്, ഇടിക്കുന്നതുണ്ട്, കടിക്കുന്നതുണ്ട്, തൊഴിക്കുന്നതുണ്ട്, പുറത്ത് കയറുന്നതുണ്ട്, കന്നുകാലിയുണ്ട്. എല്ലാ തരം സാധനങ്ങളും സഭയ്ക്കകത്തുണ്ട് എന്ന് ആ ദേവദാസൻ പറയുകയും ചെയ്തു. അപ്പോൾ ഈ എല്ലാ തരം സാഹചര്യങ്ങളും സ്വഭാവങ്ങളുമുള്ള ആടുകളുള്ള സഭ തൊഴിലായി കാണുന്നത് കൊണ്ട് അവർ വന്നു കഴിഞ്ഞാൽ 3 വർഷം വലിയ കുഴപ്പമില്ലാത്തടത്താണെങ്കിൽ വലിയ കുഴപ്പമില്ലെങ്കിൽ 3 വർഷം എങ്ങനെയെങ്കിലും അവിടെ ശല്യം ഉണ്ടാക്കാതെ ഇരിക്കുക എന്നല്ലാതെ ദൈവത്തിനോടോ ദൈവ വചനത്തോടോ ഒന്നും വലിയ ഉത്തരവാദിത്തം. കാരണം ഈ രണ്ടു പേർക്കും പ്രശ്നമില്ലാത്ത ഒരവസ്ഥയിൽ കൂടെ പോകുന്ന ആളുകളുണ്ട്. അവർ ഭൂമിയിലെ വ്യവസ്ഥ പ്രകാരം സംഘടനയുടെ നിയമപ്രകാരം വിജയകരമായി ശുശ്രൂഷ പൂർത്തീകരിക്കുന്നവരെന്ന് വേണേൽ പറയാം. പക്ഷേ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അതിനകത്ത് വലിയ പ്രതിഫലമൊന്നും കിട്ടാനില്ല. ഇനി ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം നോക്കിയേ. അവർ ഇടയന്മാർ ആകുന്നു, അവരുടെ തൊഴിൽ കന്നുകാലികളെ മേയ്ക്കുന്നതാകുന്നു. അവർ തങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും തങ്ങൾക്കുള്ളതൊക്കെയും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അവനോട്. കന്നുകാലികളെ മേയ്ക്കുന്നത് അവരുടെ തൊഴിൽ. അവർ തങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും ഉള്ളതൊക്കെയും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന ആംഗിളിൽ അവർ പറഞ്ഞു. അതായത് ജോസഫിൻ്റെ ഉൽപ്പത്തി പുസ്തകത്തിലെ ജോസഫിൻ്റെ സഹോദരങ്ങളും പിതാവും ഒക്കെ അല്ലെങ്കിൽ സഹോദരങ്ങളും ഒക്കെ വന്ന രംഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ന്യൂ ജനറേഷൻ സഭകളിലൊക്കെ അവർ ശുശ്രൂഷകർ കാണുന്ന ഈ ആടും ഈ കന്നുകാലിയും ഒക്കെ ഞങ്ങളുടേതാണെന്നുള്ള, ദൈവത്തിൻ്റെ ആണെന്നുള്ള, ഇതെല്ലാം ഞങ്ങളുടേതാണ്. ഈ ആടുകളിൽ നിന്നും കന്നുകാലികളിൽ നിന്നും സമ്പാദിച്ചതൊക്കെയും ഞങ്ങളുടേതാണ്. ഈ ആടുകളിൽ നിന്നും കന്നുകാലികളിൽ നിന്നും സമ്പാദിച്ചതൊക്കെയും ഞങ്ങളുടേതാണ്. 47:3 വായിച്ച ഉൽപ്പത്തി. അപ്പോൾ ഫറവോൻ അവന്റെ സഹോദരന്മാരോട്, നിങ്ങളുടെ തൊഴിൽ എന്ത് എന്ന് ചോദിച്ചതിന് അവർ ഫറവോനോട് പറഞ്ഞത്, അടിയങ്ങളും അടിയങ്ങളുടെ പിതാക്കന്മാരും ഇടയന്മാർ ആകുന്നു. അത് അന്നത്തെ കാലത്ത്. ഇന്നത്തെ കാലത്ത് തൊഴിൽ എന്താണെന്ന് ചോദിച്ചാൽ ചാടി കയറി പറയും സുവിശേഷ വേലയാണ്. സുവിശേഷ വേല തൊഴിലാണ്. തൊഴിലിൻ്റെ ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ സദൃശ്യം 14:23 കഠിനാധ്വാനത്തിനെല്ലാം ഫലമുണ്ട്,
വ്യർത്ഥഭാഷണമോ ദാരിദ്ര്യത്തിലേക്ക് നയിക്കൂ എന്നാണ് ഈ ബൈബിളിൽ എഴുതിയേക്കുന്നത്. ഒന്നാമത് ഇത് എഴുതി വരുമ്പോൾ ആർക്കും മനസ്സിലാകരുതെന്ന് കൃത്യമായി കണക്കുകൂട്ടിയിട്ടാണ് എഴുതുന്നത്. എന്നാൽ അത് സത്യവേദ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് എല്ലാ തൊഴിലും ലാഭം കൊണ്ടിരുന്നതാണ്. എല്ലാ തൊഴിലും ലാഭം കൊണ്ടുവരും. അതര ചർവണം കൊണ്ടോ ഞെരുക്കമേ വരൂ. അത് മനസ്സിലായില്ല. അതായത് ഒരു കാര്യം മനസ്സിലാകുന്ന പോലെ ഒരു പുസ്തകത്തിൽ എഴുതിയെങ്കിൽ നേരെ തിരിച്ച് മനസ്സിലാകാത്ത പോലെ ഇപ്പുറത്ത് കൊണ്ട് എഴുതും. അതര ചർവണം കൊണ്ടോ ഞെരുക്കമേ വരൂ. ഇനി അതര ചർവണം എന്താണെന്നുള്ളത് വേറൊരു ബൈബിളിൽ നോക്കണം. വ്യർത്ഥ ഭാഷണമോ ദാരിദ്ര്യത്തിലേക്ക് നയിക്കൂ. അപ്പം എല്ലാ തൊഴിലും ലാഭം കൊണ്ടുവരും എന്നുള്ള ഭാഗം സത്യവേദ പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ട് വ്യർത്ഥ ഭാഷണമോ ദാരിദ്ര്യത്തിലേക്ക് നയിക്കൂ എന്നുള്ളത് അടുത്ത വേർഷനിൽ നിന്ന് എടുത്താൽ ഇത് ആളുകൾക്ക് മനസ്സിലായി വരുള്ളൂ. അപ്പം നമുക്ക് എന്നാ മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ, ആത്മീക വേലകൾ തൊഴിലായി മാറിയപ്പോൾ പഠിപ്പിക്കലുകൾ പല വഴിക്ക് പോയി. ആത്മീയ മേഖലകൾ, ആത്മീക വേലകൾ തൊഴിലായി മാറിയപ്പോൾ പഠിപ്പിക്കലുകളുടെ രീതി മാറി. പല സഭകളിലും പല കാര്യങ്ങളും പഠിപ്പിക്കാൻ പറ്റിയല്ല. പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് ആ സഭ അടയും. ന്യൂജൻ സഭകളിലൊക്കെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ പറ്റിയല്ല. പഠിപ്പിച്ച കയറി അടയും. ലക്ഷ്യങ്ങൾ മാറി. ധനവാനായിരുന്നു, സമൃദ്ധിയായിരുന്നു, എന്തും ചെയ്യാം എന്ന പഠിപ്പിക്കലിലേക്ക് മാറി. അബ്രഹാമിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അബ്രഹാം ധനവാനായിരുന്നു. അബ്രഹാം തനിക്കുണ്ടായിരുന്ന, തന്നെ വിളിച്ചിറക്കുമ്പോൾ തനിക്കുണ്ടായിരുന്ന 2 നില വീടും സംവിധാനങ്ങളും സാഹചര്യങ്ങളും വിട്ട് കളഞ്ഞിട്ട് കൂടാരവാസിയായി വസിച്ചെന്നുള്ളതോ, കയറി ഇറങ്ങിയൊക്കെ ജീവിച്ചെങ്കിലും ദൈവത്തിൽ നിന്ന് വാഗ്ദത്തം പ്രാപിച്ച ആളെന്നോ, വിശ്വാസികളുടെ പിതാവെന്ന ആളോ, എഴുതി വെച്ച വചനമില്ലാത്ത കാലത്ത് കർത്താവിൽ വിശ്വസിച്ച ആളെന്നോ ഒന്നുമല്ല പഠിപ്പീര്. അബ്രഹാം ധനവാനായിരുന്നു. ഇനി അരമത്യക്കാരനൊരു ജോസഫുണ്ട്. അയാൾ ധനവാനായിരുന്നു എന്നുള്ളതാണ് പഠിപ്പീര്. പക്ഷേ അയാളൊരു രഹസ്യ ശിഷ്യനായിരുന്നു എന്നും യേശുവിൻ്റെ ശിഷ്യന്മാർ പോലും ഭയപ്പെട്ട് നടക്കുന്ന സമയത്ത്, യേശുവിനെ തള്ളി പറഞ്ഞിട്ട് പത്രോസും ഒക്കെ തലം വിട്ട സമയത്ത് യേശുവിൻ്റെ ബോഡി താഴെ ഇറക്കി, കുരിശിൽ നിന്ന് ഇറക്കി മാന്യമായി അതുവരെ ആരെ അടക്കാത്ത കല്ലറയിൽ കൊണ്ട് വെക്കാൻ, സംസ്കരിക്കാൻ അതിന് തയ്യാറായ ഒരു മനുഷ്യൻ ധനവാനായിരുന്നു എന്ന് മാത്രമല്ല, അയാൾ ആ ചെയ്ത പ്രവൃത്തി അന്നത്തെ രീതിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യന്മാർക്ക് പോലും ഭയം ഉണ്ടായിരുന്ന കാലത്ത് ചെയ്യാൻ ധൈര്യം കാണിച്ചവൻ. ശിഷ്യന്മാർക്ക് എന്തുകൊണ്ടാണ് ഭയം വന്നത്? യേശുവിനെ പിടിച്ച് കൊന്നതുപോലെ അവരെയും പിടിച്ച് കൊല്ലുവോ എന്ന് അവർക്കൊരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ ആ ചിന്ത കയറി ഏക്കാത്ത ഒരു രഹസ്യ ശിഷ്യൻ എന്നതായിരുന്നു പ്രസംഗ വിഷയം. പക്ഷേ പ്രസംഗിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ന്യൂജൻ സഭയൊക്കെ പ്രസംഗിക്കുന്നത് ജോസഫ് ധനവാനായിരുന്നു. മറ്റേ ജോസഫ് ഈജിപ്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന, അല്ലെ പ്രധാനമന്ത്രിയായിരുന്ന ജോസഫ് അനേക പ്രതിസന്ധികളിലൂടെ കടന്ന് അവസാനം എന്നുള്ളതല്ല പ്രശ്നം. ജോസഫ് ധനവാനായിരുന്നു. എന്നാ വിഷയം എന്ന് ചോദിച്ചാൽ, ഇതെല്ലാം തൊഴിലായി മാറിയപ്പം ആ തൊഴിലിന് പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റി. വ്യവസ്ഥയില്ലാത്ത സമൃദ്ധി അത് വചനത്തിലില്ല. വ്യവസ്ഥയില്ലാത്ത സമൃദ്ധിയൊന്നും വചനത്തിലൊന്നുമില്ല. മത്തായി 6:33 വായിച്ചേ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അപ്പോൾ ഇതെല്ലാം കൂടി നിങ്ങൾക്ക് ലഭിക്കും. മുമ്പേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ അതോടുകൂടി ഇതെല്ലാം ലഭിക്കും എന്ന് പറഞ്ഞെങ്കിൽ അത് എന്നതൊക്കെയാണ് ലഭിക്കുന്നതെന്ന് അതിൻ്റെ 31-ാമത്തെ വാക്യമുണ്ട്. ആകയാൽ നാം എന്തു ഭക്ഷിക്കും, നാം എന്തു കുടിക്കും, നാം എന്ത് ധരിക്കും എന്ന് പറഞ്ഞ് ഉത്കണ്ഠപ്പെടരുത്. അതായത് തീറ്റ, കുടി, ധരിപ്പ്, ഈ ഒരു കാര്യത്തിൽ ഭാരപ്പെടണ്ട, ഇത് തരും എന്നാണ് എഴുതിയേക്കുന്നത്. ഇതെന്താണ് എന്നോ 1 കൊറിന്ത്യർ 9:14 വായിച്ചേ. 1 കൊറിന്ത്യർ 9:14. അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഉപജീവിക്കുക എന്ന് പറഞ്ഞാൽ മിനിമം വേണ്ട കാര്യങ്ങൾ അതുകൊണ്ട് നടക്കുന്നവൻ അതുകൊണ്ട് കൈകാര്യം ചെയ്യാം. തീറ്റ ദൈവം കൊടുക്കും, കുടിക്കാനുള്ളത് ദൈവം കൊടുക്കും എന്ന് പറഞ്ഞാൽ ദൈവം വ്യവസ്ഥ പറയുന്ന സാധനങ്ങൾ, ധരിക്കാനുള്ളത് ദൈവം കൊടുക്കും. ഇത് ദൈവം ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കൊരിന്ത്യർ ലേഖനം പറയുന്നു ഉപജീവനം കഴിക്കണം. വേറൊരു വർഷം പറയുന്നത് വചനം കൈകാര്യം ചെയ്യുന്നവൻ അതുകൊണ്ട് ഉപജീവനം കഴിക്കണമെന്നാണ് പറയുന്നത്.
അല്ലാതെ വചനം കൈകാര്യം ചെയ്യുന്നവൻ്റെ സമ്പാദ്യം ഉണ്ടാക്കാനുള്ള തൊഴിലായിട്ട് അവൻ അതിനെ മാറ്റരുത് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അപ്പസ്തോല പ്രവൃത്തിയുടെ 18:3 പറയുന്നത് പോലെ അദ്ദേഹവും അവരെപ്പോലെ ഒരു കൂടാരപ്പണിക്കാരനായിരുന്നുകൊണ്ട് അവരോടുകൂടെ പാർത്ത് ജോലി ചെയ്തു. ഇതിപ്പം ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരു ശുശ്രൂഷകൻ എന്ന വ്യക്തി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വേറൊരു ശുശ്രൂഷകൻ്റെ കൂട്ടത്തിലോട്ട് പോകും. ആ ചെന്നുപെടുന്ന ശുശ്രൂഷകൻ അത്യാവശ്യം എല്ലാ തരികിടപ്പണിയും അറിയാവുന്ന ആളാണെങ്കിൽ ഈ വ്യക്തി അയാളുടെ കൂടെ കൂടി കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ആദ്യത്തെ ഗുരുവിനെ വെല്ലുന്ന വിളവനായിട്ട് ശിഷ്യം മാറും. എന്നാ കാര്യം എന്നറിയോ? ഇത് തൊഴിൽ ഒന്നായതുകൊണ്ടാണ്. ഇതിനകത്തുനിന്ന് വരുത്താവുന്ന വഴികളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ദൈവത്തെയും പേടിയില്ല, സാത്താനെയും പേടിയില്ല, ഒന്നും പേടിയില്ലാതെ മുന്നോട്ട് പോകാൻ ഒരു പ്രാക്ടീസ് ലഭിച്ചാൽ അവനത് തൊഴിലായി കാണുകയും അതവൻ്റെ സമ്പാദ്യ മാർഗമാക്കി മാറ്റുകയും അത് അവസാനം അവൻ്റെ നിത്യത നഷ്ടപ്പെടുത്തുകയും ചെയ്യും. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, അടിയനെ ശ്രമിക്കുന്ന അങ്ങയുടെ ശുശ്രൂഷ, അങ്ങയുടെ വേല, സുവിശേഷ വേല, കർത്താവേ, സഭാ ശുശ്രൂഷ, കർത്താവേ, ഇത് തൊഴിലായി കണ്ടിരിക്കുന്ന വ്യക്തികൾ, രാവും പകലും തൊഴിലായി ലോകം മുഴുവൻ ഓടി നടക്കുന്ന വ്യക്തികൾ, കർത്താവേ, അവരുടെ ഉള്ളത്തിൽ കർത്താവെ പ്രതിഫലമില്ലാത്ത ആ വേലയ്ക്കായി ഓടി, കർത്താവെ പ്രതിഫലം പണമായും ഭക്ഷണമായും വസ്ത്രമായും യാത്രാ ടിക്കറ്റായും മേടിക്കുന്ന ആളുകൾ, കർത്താവെ അതാണ് അവരുടെ പ്രതിഫലമെന്നും അവർക്ക് നിത്യതയിൽ പ്രതിഫലമില്ല എന്നും ഹൃദയം കൊണ്ട് കർത്താവെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോ വ്യക്തികളും ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം അവരെ സഹായിക്കണമേ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സകലതും പരമേൽപ്പിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.